നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതികൾക്കെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചുവെന്ന് CBI. കോച്ചിംഗ് സെന്റർ ഉടമ ശിവരാജ് രഘുനാഥ് NTA പാനൽ അംഗമായിരുന്ന PV കുൽക്കർണിക്ക് പണം നൽകി. ശിവരാജിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ 136 ചോദ്യങ്ങളിൽ 111 NTA തയ്യാറാക്കിയവയാണ്. കുൽക്കർണി ചോദ്യങ്ങൾ കൈമാറിയത് പരീക്ഷയുടെ 10 ദിവസം മുമ്പാണെന്നും CBI കണ്ടെത്തി. ഡൽഹി ഹൈക്കോടതിയിലാണ് CBI കാര്യം അറിയിച്ചത്. റഷീദ് ബിൻ മുഹമ്മദ് വിവരം നൽകും. റഷീദ്, എന്തൊക്കെ തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയത്? നിലവിൽ പ്രതികളുടെ ഒത്തുകളിയും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. മെയ് 3-ാം തീയതി നടത്തിയിട്ടുള്ള പരീക്ഷയായിരുന്നു റദ്ദാക്കുകയും പിന്നീട് കഴിഞ്ഞ മാസം പുനഃപരീക്ഷ അടക്കം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ട് ഇപ്പോൾ CBI ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിലാണ് പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ CBI വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ലാത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കോച്ചിംഗ് സെന്ററിന്റെ ഉടമ ശിവരാജ് രഘുനാഥ് NTA ഉദ്യോഗസ്ഥന് 5 ലക്ഷം രൂപ പണം നൽകിയിട്ടാണ് ഈ ചോദ്യങ്ങൾ കൈപ്പറ്റിയത് എന്നുള്ളതാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. NTA പാനൽ അംഗമായിരുന്ന PV കുൽക്കർണിക്കാണ് പണം നൽകിയത്. ഇയാളിൽ നിന്ന് 136 ചോദ്യങ്ങൾ ഇയാൾക്ക് നൽകുകയും ഇതിൽ 111 ചോദ്യങ്ങൾ NTA മെയ് 3-ാം തീയതി നടത്തിയിട്ടുള്ള പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ CBI കണ്ടെത്തിയിരിക്കുന്നത്. അതായത് NTA ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെയാണ് പൂർണ്ണമായും ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് CBI ഇപ്പോൾ ഇടക്കാല റിപ്പോർട്ടിൽ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുൽക്കർണി ചോദ്യപേപ്പറുകൾ കൈമാറിയത് ഏപ്രിൽ 22-ാം തീയതിയാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ CBI വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. നിലവിൽ 13 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട CBIയുടെ അറസ്റ്റിലുള്ളത്. നേരത്തെ തന്നെ കുൽക്കർണിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കോച്ചിംഗ് സെന്ററിൽ ഉടമകളിൽ നിന്നുള്ള മൊഴികളിൽ നിന്നടക്കം CBI രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതികൾ തമ്മിലുള്ള ഈ പണമിടപാടുകളും അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ കൈമാറിയതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ CBI കണ്ടെത്തുകയും ഇക്കാര്യം ഡൽഹി ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി റഷീദ്.